ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ യാത്ര വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ടർക്കിയിലോട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ മലയാളത്തിൽ തുർക്കി എന്ന് പറയും. ഇപ്പോൾ അവർ തന്നെ ടർക്കി എന്നുള്ളത് തുർക്കിയ എന്നാക്കിയിട്ടുണ്ട്. അപ്പം എന്തായാലും സംഗതി മനസ്സിലായില്ല. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊരു യൂറേഷ്യൻ രാജ്യമാണ്. അതായത് കുറച്ച് യൂറോപ്പാണ്, കുറച്ച് ഏഷ്യയാണ്. അത് നിങ്ങൾ ജോഗ്രഫിക്കലി മാപ്പിൽ നോക്കുമ്പോൾ മനസ്സിലാവും. ഈ ടർക്കിയുടെ ഒരു പൊസിഷൻ വരുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ടാണ്. അപ്പോൾ തുർക്കിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അങ്കാര എന്നുള്ളൊരു സ്ഥലമാണ് കേട്ടോ, അങ്കാര. നമ്മൾ പക്ഷേ വന്നിരിക്കുന്നത് വേറൊരു സ്ഥലത്തോട്ടാണ്. കൂടുതലും നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ഇസ്താംബുളിലായിരിക്കും അല്ലേ. ഇസ്താംബുൾ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ യാത്രയിൽ ഇസ്താംബുളിലും വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടർക്കിയുടെ തന്നെ ഈസ്റ്റേൺ ഭാഗമായിട്ടുള്ള ട്രാപ്സൺ എന്നുള്ളൊരു സ്ഥലം കൂടെ നമ്മൾ ടൂറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെന്ന് ഇറങ്ങിയിരിക്കുന്നത് ട്രാപ്സൺ. സൂക്ഷിച്ചെടുക്കണേ സനീഷിട്ടാ. ഇത് ഞങ്ങളുടെ ഗോപ്രോ മുതലാളി. ഓൺലി ഷോ ബംഗാളി വർക്കിലില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രാവലറിലൊക്കെ കയറി പോകുന്ന വഴിയിൽ ഒരു പെട്രോൾ സ്റ്റേഷൻ്റെ അവിടെ നിർത്തി. കുഞ്ഞു മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ. കാരണം എയർപോർട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മൾ താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റിലെത്താൻ. ട്രാപ്സണിൽ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് സർവീസ് അപ്പാർട്ട്മെൻറ്റിൽ അതുപോലത്തെ 1-2 കോട്ടേജുകളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കിച്ചൺ, വാഷ്റൂം, ചെറിയൊരു ബെഡ്റൂമൊക്കെ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കോട്ടേജസാണ് നമ്മളിവിടെ അടുത്തടുത്തുള്ളത് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എത്തിയിരിക്കുകയാണ്, അതായത് ഫുഡ് അടി സ്പോട്ട്. അപ്പോൾ ടർക്കിയിൽ വന്നിട്ടുള്ള നമ്മൾ ഇവിടുത്തെ ഓത്തൻറ്റിക് ആയിട്ടുള്ള ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്ന സംഭവമാണ് ഇവരുടെ ടർക്കിഷ് ടീയും അതോടൊപ്പം അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ല, വെരി ഗുഡ് ചീസാണ്. അപ്പോൾ നമ്മുടെ ഈ ടൂറിന്റെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ആദ്യത്തെ ഫുഡാണ്. വലിയ എക്സൈറ്റ്മെന്റ് വേണ്ട, എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. അങ്ങനെ നമ്മൾ അവിടുന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഈ ബ്രെഡ് എന്തൊക്കെയോ ഫില്ലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തു. പിന്നെ ടർക്കിഷ് ടീ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അത് സുലൈമാനിയാവും, പക്ഷേ ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കട്ടൻ ചായ പോലെ തന്നെ. ഞാൻ ചെണ്ട എടുക്കുന്നത് എനിക്ക് കിട്ടുന്നില്ല. ശ്യാം ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് യാത്ര? കുഴപ്പമില്ലായിരുന്നു, ഭയങ്കര സംഭവമല്ലായിരുന്നു, പക്ഷെ നല്ലൊരു യാത്ര. സൺ എക്സ്പ്രസിൽ ആദ്യമായിട്ടല്ലോ പോണേ? ഫസ്റ്റ് ടൈം ആണ്. നല്ലൊരു ഇതാണ്. ബഡ്ജറ്റ് എയർലൈൻ ആണെങ്കിൽ അങ്ങനെ അതിന്റെ ഒരു ഇതൊന്നുമില്ല. പിന്നെ ഉറങ്ങിപ്പോയത് കാരണം ഫുഡ് കഴിക്കാൻ പറ്റില്ല. അല്ല, അവര് കഴിച്ചില്ല, നമ്മള് കഴിച്ചു. സൂപ്പർ. മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് അല്ലാതെ പേ ചെയ്ത് കഴിച്ചൊന്നുമില്ല, ഫ്രീ ആയിരുന്നു. ഇവിടെ അവർ അധികം കഴിക്കുന്നത് ബൾഗൂർ എന്നുള്ളൊരു വീറ്റിൻ്റെ ഒരു ടൈപ്പ് റൈസാണ് കേട്ടോ. അധികം ചോറിന് പകരമായിട്ട് അവർ കഴിക്കുന്നത് ഈ ഗോതമ്പിൻ്റെ റൈസാണ്. പിന്നെ ഈ പിസ്സ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. അതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് എല്ലാവരും കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ഗ്രേപ്പ് ജ്യൂസ് പോലത്തെ ഒരു സംഭവം ട്രൈ ചെയ്യാൻ തന്നു കേട്ടോ. ദൂരെ
ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും. ട്രാബ്സൺ എന്ന ഈ പ്രൊവിൻസിലെ സൈക്കാര എന്ന ഡിസ്ട്രിക്റ്റിനകത്തുള്ള ഉസങ്കോൾ എന്നുള്ളൊരു ഗ്രാമമാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് ഉസങ്കോൾ തടാകം. അവിടെ ഒരു മോസ്കും ഉണ്ട്. അപ്പോൾ അതിനെ ചുറ്റുപറ്റിയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്രദേശത്താണ് നമ്മളുടെ കോട്ടേജ്. നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും തണുപ്പ് പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. അർമേനിയയിലൊക്കെ പോയപ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു അവിടെ പോകുമ്പോൾ നല്ല തണുപ്പായിരിക്കുന്നു. പക്ഷേ ഈ ടർക്കീനെ കുറിച്ച് നമ്മൾ ഇത്രയും വിചാരിച്ചില്ല. അപ്പോൾ എന്തായാലും ട്രാബ്സൺ നല്ല അടിപൊളി തണുപ്പായിരുന്നു. അപ്പോൾ നല്ല തണുപ്പത്ത് നല്ല ചൂടുള്ള നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ. ഈ കാണുന്നതാണ് ഉസങ്കോൾ തടാകത്തിലെ കാഴ്ചകൾ. നല്ല രസമാണ് അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടക്കാൻ. പിന്നെ നമ്മൾ അന്ന് നടന്നു പോയിട്ട് അവിടെ അടുത്ത് ഈ ഉസങ്കോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. 1-2 ഷോപ്പുകളുണ്ട്. അപ്പം നമ്മളവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ റൂമിലേക്ക് തിരിച്ചു വന്ന് ഇടയ്ക്കിടയ്ക്ക് കുറേ ജീരകങ്ങളൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ ചോറ് ഭയങ്കര ഒരു വിഷയമാണ് എവിടെ യാത്ര ചെയ്താലും. അതുകൊണ്ട് ഇപ്പോൾ കോട്ടേജ് ആയതുകൊണ്ട് അവിടെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ജസ്റ്റ് റൈസ് കഞ്ഞി പോലെയൊക്കെ ആക്കി ഞാൻ കുടിക്കും കേട്ടോ. എനിക്ക് പെട്ടെന്ന് നമ്മൾ ഭക്ഷണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സിക്കാവും. അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്തു. പിന്നെ മിക്കവാറും ഇനി നാളത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ഒരുമിച്ചായിരിക്കും താഴെ പോയിട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് ഇവിടെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങാൻ പോവാണ്. അതിന് മുമ്പ് ദ റൂമിൻ്റെ ചെറിയൊരു ടൂർ കണ്ടോട്ടോ. ചെറിയൊരു ബാൽക്കണി സിറ്റ് ഔട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബെഡ്റൂം. ഹീറ്ററുണ്ട്, റൂം ഹീറ്ററുണ്ട്. പിന്നെ രാത്രിയത്തെ ഫുഡും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിന്ന് കിടന്നുറങ്ങും. എന്നിട്ട് നാളെ നമ്മൾ ഉസങ്കോളിൽ നിന്ന് നമ്മൾ വീണ്ടും എയർപോർട്ടിൽ പോവും, ട്രാബ്സൺ എയർപോർട്ടിൽ. അവിടുന്ന് നമ്മൾ ഇസ്താംബുളിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ട്രാബ്സണിൽ ഒരുപാട് ദിവസമൊന്നും ഇല്ല എക്സ്പ്ലോർ ചെയ്യാൻ. നമ്മൾ ടിക്കറ്റ് എടുത്തത് ട്രാബ്സണിലോട്ടാണ്. ഇവിടെ ഒരു ദിവസം നിന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ ഇസ്താംബുളിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ആ പോകുന്ന വഴിയിൽ ഞങ്ങളിങ്ങനെ 1-2 ഡാമിൻ്റെ അവിടെയൊക്കെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പാർക്കിലൊക്കെ പോയി അവിടെയൊക്കെ കുറച്ച് നേരം നടന്നു. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് വരുന്നവരെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിതാ ഇസ്താംബുളിലോട്ട് പോവാണ്. അപ്പോൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വ്ളോഗിൽ ഇസ്താംബുളിൻ്റെ കാഴ്ചകളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൗണ്ട് വലിയ വരില്ലല്ലോ. അവിടെ റെക്കോർഡ് ചെയ്യണം. നമുക്ക് അല്ലെങ്കിൽ കൊണ്ട് ആരാധകരുടെ ഇഷ്ടമല്ല.